മിസ്റ്ററി ക്രൈം ത്രില്ലർ കേട്ടോ. നമ്മളൊരു ഒരു പടം കാതോരം സിനിമയുടെ റെഫറൻസ് വെച്ച് പടം ചെയ്തിരിക്കുന്നത്. നല്ലപോലെ സ്റ്റഡി ചെയ്ത പടം എടുത്തിരിക്കുന്നത്. അത് പഴയ ഭരതൻ്റെ റോളും മമ്മൂട്ടിയുടെ റോളും എല്ലാം അതിനകത്ത് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പടം കലക്കി എന്ന് വെച്ചാൽ അടുത്ത കിഷ്കിന്ദകാണ്ട് ആസിഫ് അലിക്ക് അടുത്ത കിഷ്കിന്ദകാണ്ട് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അനശ്വരരാജനും ആസിഫ് അലിയും കയറി കലക്കിയിട്ടുണ്ട്. അടിപൊളി പടം കേട്ടോ. ക്രൈം ത്രില്ലർ അടിപൊളി. ഒരു ഇൻവെസ്റ്റിഗേഷൻ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്ന അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ബ്ലോക്ക് ബസ്റ്റർ. അത് ഞാൻ പറഞ്ഞില്ല, അടുത്ത കിഷ്കിന്ദകാണ്ട് വന്നു. അതുപോലെ ആസിഫ് അലി ഉഗ്രം വർക്ക്. ആസിഫ് അലിയുടെ പോലീസ് റോള് ആസിഫ് അലി കലക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ. അനശ്വരരാജനും നല്ല റോളായിട്ട് കേട്ടോ. സൂപ്പർ പടം. എനിക്ക് ഈ പടത്തിൽ യാതൊരു നെഗറ്റീവും തോന്നുന്നില്ല. ഒരു ക്ലാസിക് പടമാണ്. മലയാള സിനിമ കണ്ട മികച്ച ഒരു 10 സിനിമയുടെ ഒരു സിനിമയായിരിക്കും. എവനികല പോലെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. മമ്മൂക്കിയുടെ പ്രശംസയെ പറയുന്നില്ല, അത് സ്പോയിൽഡായി മാറും. ഒരു നിമിഷം പോലും ലാഗില്ല. പിന്നെ ആസിഫ് അലിയെ കുറിച്ച് പറയാൻ സൂപ്പർ താരമല്ല, സൂപ്പർ നടനായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അനശ്വരരാജൻ പറഞ്ഞ അടുത്ത ഉർവശി എന്ന് പറയാം. എല്ലാം കൊണ്ട് കിട്ടുന്ന പടം. ഇങ്ങനെ പടം മലയാള സിനിമയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു KG ജോർജ് ഫിലിമാണ് പൊളിയിരിക്കും. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. യാതൊരു ലാഗും ഇല്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. സിനിമയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു AI വെർഷൻ വരുന്നത്. അതും പ്രത്യേകിച്ച് നമ്മുടെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇതിലാണ് മമ്മൂക്കയുടെ പണ്ടത്തെ ഒരു 90s നമ്മൾ കണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ ആ ഒരു ഇതാണ് ഫിലിമിൽ ചെയ്തിരിക്കുന്നത്. അതെന്തായാലും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ നമുക്കൊരു, അതും മമ്മൂക്കയുടെ മഹാനടനായിട്ടുള്ള ഒരു മമ്മൂക്കയുടെ ഒരു AI വെർഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നല്ലൊരു ഫിലിമാണ്. എല്ലാവർക്കും കണ്ടിരിക്കാം, ബോറടിക്കില്ല. നമ്മളൊരു എന്താ പറയുക, ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. അതുകൊണ്ട് നമ്മളൊരു അടുത്ത സീനിൽ എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ്. നമുക്ക് ബോറടിക്കില്ല. ധൈര്യമായിട്ട് ഞാൻ ഇതുവരെ തിയേറ്ററിൽ തന്നെയായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ള്. വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കാനൊന്നുമില്ല. ഫുൾ നമ്മൾ ആ ഒരു സിനിമയുടെ അതിൽ തന്നെയായിരുന്നു. എന്തായാലും നല്ല സിനിമ, ധൈര്യമായിട്ട് വന്ന് കാണാം. ആസിഫ് അലിയുടെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഹിറ്റായിരിക്കും. അതെ. എനിക്ക് തോന്നുന്നത് ആസിഫ് അലിയുടെ ഒരു നമ്മൾ മലയാള സിനിമയിൽ ഇത്രയും നാളും കണ്ടതുപോലെയല്ല. ഒരു പ്രത്യേകത ഉണ്ട് ഈ സിനിമക്ക്. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല, അതിൻ്റെ എൻഡ് വരെ പോകുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ എൻഡ് വരെ പോയി. ഈവൻ നമ്മുടെ ആസിഫ് അലിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം നമ്മൾ ചില സിനിമയിൽ അത് കളയാറുണ്ട്. പക്ഷേ ഇത് ആ സിനിമയുടെ എൻഡ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. ആൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് എൻഡ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു പുതുമ തന്നെയാണ്. നല്ല സിനിമ. പടം സാധാരണ ഒരു പോലീസ് സ്റ്റോറി കാണുന്ന ഒരു ത്രില്ലർ ടൈപ്പല്ല. ഈ സിനിമ പഴയ കാലത്ത് ഒരു 40 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ പുനരാവിഷ്കരിച്ച് ആ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പഴയകാല നടന്മാരെ നമുക്ക് വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ AI യൂസ് ചെയ്തിട്ടുള്ള ചില സീനുകളൊക്കെ ഉണ്ട് സിനിമയിൽ. വളരെ സർപ്രൈസിങ് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ്. ആ സീനുകളൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ആ ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ആ കാലത്ത് ഒരു സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച ഒരു കാര്യം അത് ഇങ്ങനെ ഒരു സിനിമയായിട്ട് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയും. കാരണം ഇതുവരെ കണ്ട പോലീസ് ചിത്രങ്ങൾ അന്വേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സിനിമക്കകത്ത് നടന്ന, അതും 40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥ. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഗ്രിപ്പിംഗ് ആണ് ഈ സിനിമ. പിന്നെ ഈ ഒരു ത്രില്ലർ ആരാണിത് ചെയ്തത് അതിൽ നിന്നുള്ള അങ്ങനെയുള്ള ടെൻഷനിലുപരി ഈ 2 കാലഘട്ടം കാണിച്ചിരുന്നതൊക്കെ അതിഗംഭീരമാണ്. ആസിഫ് അലിയുടെ 2025 സ്റ്റാർട്ട് ഒരു മികച്ച സ്റ്റാർട്ട് തന്നെയാണെന്നാണ് രേഖാചിത്രം കണ്ടപ്പോൾ ഉള്ള ഫീലിംഗ്. നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതിൻ്റെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ആയതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു കഥ പറഞ്ഞു പോകുന്നതിൻ്റെ രീതി എങ്ങനെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ആസിഫ് അലി, അനശ്വരരാജൻ, ജഗദീഷ്, സായി കുമാർ, നല്ലൊരു താരനിര തന്നെയുണ്ട്. കിട്ടിയവർക്കെല്ലാം നല്ല മികച്ച റോളുകൾ തന്നെയാണ്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ആദ്യം ഈ പടത്തിന് വരുന്നതിന് മുമ്പ് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ FIR പോലുള്ള ഒരു സിനിമ, സുരേഷ് ഏട്ടൻ്റെ FIR സിനിമ പോലുള്ള ഒരു സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ ആദ്യത്തെ ചിന്ത. അങ്ങനെയായിരുന്നു. പക്ഷേ അങ്ങനത്തെ സിനിമയല്ല, ഒരു മതത്തെയും ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമയല്ല. ആരും അങ്ങനെ സംശയം വിചാരിച്ച് വരാതിരിക്കേണ്ട. ഫാമിലിയായിട്ട് നമുക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു ത്രില്ലിങ് മൂവിയാണ്. ഇതൊരു കുറ്റാന്വേഷണ സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായ കഥ പറയുന്നതിൻ്റെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയെ AI സാങ്കേതിക വിദ്യയിൽ മമ്മൂക്കയെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഉണ്ട്. നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ.